അപ്പൊ ഈ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് കണ്ടിട്ട് പോയോട്ടോ. കുക്കറില് കണ്ട അടിപൊളി ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് നിങ്ങള് കണ്ടിട്ട് പോയോ. നല്ല ഗോതമ്പ് നുറുക്കിന്റെ ഉപ്മാവാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ നമ്മളിന്ന് ഗോതമ്പ് നുറുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കറിൽ കേട്ടോ ഗോതമ്പ് നുറുക്ക് ദാദാ ഉപ്മാവ് ഉണ്ടാക്കാനാണ്. അപ്പൊ ഇത് ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ടണം. നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. വെള്ളത്തിലിട്ടിട്ട് നല്ലത് ഊറ്റി വെക്കണം കേട്ടോ ഒരു അരിപ്പയില്. അപ്പൊ നമ്മളിതൊന്ന് വറുത്തിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ട സാധനമാണ് ഉള്ളി വേണം, ചുവന്നമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം, ഇഞ്ചി വേണം. ഞാൻ ക്യാരറ്റ് കൊടുത്തിന്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്, കരിയേപ്പിൻ്റെ. പിന്നെ എല്ലാവർക്കും അറിയാലോ ഓയില്, കടുക്, അതേപോലെ നിങ്ങൾക്ക് ഉഴുന്നിടാ, കടലപ്പരിപ്പിടാ, എല്ലാം ഈ പിന്നെ നമ്മളെ ഈ ഉപ്മാവിലിടാം കേട്ടോ. പക്ഷെ ഞാനിതൊന്നും ഇല്ലാതെ എല്ലാവർക്കും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ നമ്മള് കുക്കർ വെച്ചിട്ടോ. കുക്കർ നന്നായി ചൂടായി. ഞാൻ ഇതിലേക്ക് ഓയിലും നെയ്യും ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, നെയ്യിൽ ഉണ്ടാക്കാം. ഞാൻ ഒരു നുള്ളും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും. പിന്നെ ബാക്കി നെയ്യ്. ഈ ഫാനിന്റെ സൗണ്ടാണ് കേട്ടോ, ബൂന്ന് പറഞ്ഞിട്ട്. ഇത് ഈ ലൈറ്റും ഫാനും കൂടി ഒറ്റൊരു വയറ് അവർ കൊടുത്തിന്. അത് നമുക്ക് ഓഫാക്കാനും. പിന്നെ നെയ്യ് കേട്ടോ, നെയ്യ് കുറച്ച് നെയ്യ് ഇത്രേ വേണ്ടോ. ഒന്ന് ചൂടായി വരുമ്പോ കുറച്ച് കടുക്. ഈ സമയം ഞങ്ങൾക്ക് ഉഴുന്ന് പരിപ്പില്ലേ, അത് ഇട്ട് കൊടുക്കാം. നല്ല രസമാണ്. ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഉപ്മാവിലേക്ക്. കടുക് പൊട്ടിയാല് നമ്മൾ ഇതെല്ലാം പാടെ ഇടുകയാണ് കേട്ടോ, ഓരോന്നല്ല. ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി, മുളക്, കരിവേപ്പിൻ്റെ ഇല. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ എല്ലാം മതി കേട്ടോ, ഓവർ എണ്ണ ഒന്നും വേണ്ട. ഇതൊന്ന് വാടി വരട്ടെ. അപ്പൊ ഇത് കണ്ടില്ല, ഇത് നന്നായി വാടി വന്ന് ഈ സമയം നമ്മള് ഗോതമ്പ് നുറുക്ക് ഇതേപോലെ ഒരു ഇതിൽ അരിപ്പയില് ഊറ്റി വെക്കണം കേട്ടോ. വെള്ളം പാടില്ല. ഇത് നമ്മള് ഇതിൽ കിടന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമ്മളൊന്ന് വറുത്തെടുക്കുക. അപ്പൊ നമ്മള് നന്നായിട്ട് കണ്ടാവും ഒരു തുള്ളി വെള്ളം എല്ലാം ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ഈ നെയ്യിലോ ഓയിലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഇനി നമ്മള് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ മുങ്ങിക്കെടുക്കണം. ഇതെന്താ ഇതേപോലെ ഈ നമ്മള് ഗോതമ്പ് നുറുക്ക് ഇതില് മുങ്ങിക്കെടുക്കണം. അത്രേ വേണ്ടു വെള്ളം. ഇതെന്താ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മള് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മള് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക.
കുറച്ചും കൂടി ഉപ്പ് വേണം. ഉപ്പ് കൂടണ്ട കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടി. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. 2 വിസില്. ഓക്കെ, കൂടുതൽ അടിക്കരുത്. 2 വിസില് അടിച്ചാല് അതെന്താ നമ്മളെ ഗോതമ്പ് നുറുക്ക് നമ്മൾ 20 മിനിറ്റ് പുതിർത്തിയോണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 2 വിസില് അടിപ്പിക്കാം. 2 വിസില്. രണ്ട് വിസിലിന് കറക്റ്റ് ആയിരിക്കും നമ്മളെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ മിഞ്ഞാന്ന് മീന് ഇതാക്കി വെച്ചില്ല, അതൊന്ന് പൊരിച്ചെടുക്കട്ടോ. അതിന് നമുക്ക് എണ്ണ എന്ന് പറഞ്ഞാല് ഒരു നുള്ള എണ്ണ മതി കേട്ടോ. അതിൽ നെയ്യുള്ളതാണ്. ഇതല്ല, ഇത്രയും എണ്ണ പാടും, കൂടുതൽ എണ്ണ വേണ്ട. ഒന്ന് ചെറ്റിച്ചു കൊടുക്ക. നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ മിഞ്ഞാന്ന് ഉണ്ട മസാല ആക്കിയ മീനുണ്ട. എന്താ ഞാൻ പറഞ്ഞ ഒന്നും ആവൂലെന്ന്. അപ്പൊ നമ്മക്ക് ആവശ്യത്തിന് പൊരിച്ചെടുക്കാനും സുഖമാണ്. നമ്മള് ഇതാ ഈ കരിയേപ്പോടെ ഇതാ ഇങ്ങനെ വെച്ചു. ഞാന് നാളെക്കൊപ്പം കൂടി പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ രാത്രി എടുക്കുന്ന വീഡിയോ. ഇനി ഉത്തരരുത്, നല്ല ടേസ്റ്റാട്ടാ. ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണ്. അവിടെ കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തേക്കും നാളെ ഉച്ചക്കും. ഇപ്പൊ മീനവിടെ പൊരിക്കാൻ വെച്ചു കേട്ടോ. ഞാൻ കഴിച്ച് നിങ്ങളോട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങള് പറയില്ല താത്ത ചുമല്ലേ, അത് കഴിക്കും ഇത് കഴിക്കുന്നില്ല. ഇത് ഞാൻ കഴിക്കുന്ന നോക്കി നോക്ക്. ഇഞ്ചി കഴിക്കും, ചെറിയ ഉള്ളി, കൊടംപുളി, ഇതെല്ലാം ഞാൻ ഇങ്ങനെ പച്ചക്ക് കഴിക്കുന്നു. ഉപ്പ് വേണം കേട്ടോ, അല്ലാതെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നാ ഇഞ്ചും ചെറിയുള്ളെല്ലാം ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് ഇന്നെ ചെയ്യ് തത്ത, ഇന്നെ ചെയ്യ് സായി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്രയും ഗതിയിട്ടിട്ട്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെട്ടത് നമ്മളെ ഇഞ്ചി, അതേപോലെ ചെറിയുള്ളി, കുരുമുളകും ഉപ്പും കൂട്ടി കഴിച്ചിട്ട് കുറേ സമാധാനം ഉണ്ട് കേട്ടോ ചുമക്ക്. ഇന്നലെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് വാങ്ങിട്ടോ. ചുമന്റെ ഈ മരുന്ന് വാങ്ങിയ. പിന്നെ കഫ ഞമ്മക്ക് മൂക്കൊന്നും ഒഴിച്ചു പോകാത്തോണ്ട് കഫ നെഞ്ഞത്തുണ്ട് പറഞ്ഞിട്ട് ഇതുണ്ടാ ഈ ഗുളികയും വാങ്ങി കഫ പോകാൻ. ഇത് നിറയെ എന്റെ ഗുളികകളാണ്. ഇതിൽ നിറയെ എന്റെ ഗുളികകൾ മാത്രമേ ഉള്ളൂ. ഗുളികന്റെ അടിമേ. അപ്പൊ നമ്മള് മീൻ ഇതാ കണ്ട. ഇത് നമ്മക്ക് വെറുതെയും കഴിക്കും കേട്ടോ. സാമനായോണ്ട് ഇതണ്ട. ഇത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒഴിച്ച എണ്ണയാണ്. നമ്മൾ ഒഴിച്ച എണ്ണല്ല, ഇതിന്റെ നെയ്യാണ് കേട്ടോ ഇങ്ങനെ വരുന്ന. നല്ല രസം കഴിക്കാൻ. അതാ ഞാൻ ഇത്രയും കൂടുതൽ ഇട്ട. ഒന്നും കൂട്ടി മുരിയട്ടെ. നമ്മള് 2 വിസിലായി. ഇപ്പൊ 2 വിസിലായി. അത് ഞാൻ ഓഫാക്കി വെച്ച് നമ്മളെ മീനും ഇവിടെ ഒന്നും കൂടി മുരിയാട്ടാ. എന്റെ പൊന്നേ ഇതായിട്ടാ. അത്രേ ഇത് വേണ്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇത് നല്ല രസാ കഴിക്കാൻ. ഇങ്ങനെ എടുക്കുക.
എന്നിട്ട് നമ്മൾ ഇത് നമ്മളിങ്ങനെ മുന്നേ മസാല ആക്കി വെച്ചുകൊണ്ട് നല്ല രസം ഉണ്ടാവും ഈ മസാല എല്ലാം കണ്ട ചൂടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മീൻ കഴിക്കാം. ഇത് ഞാൻ പറഞ്ഞതാ നല്ല കുരുമുളകും ഇതെല്ലാം ശരിക്കും ഇതിൽ മുളകും പൊടി ഒന്നും ഇടരുതിട്ടാ. മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മളെ ഇത് ആവി പോയിട്ട് മാത്രം ഓപ്പൺ ആക്കുള്ളൂ. നമ്മളെ മീൻ ഇവിടെ റെഡിയായി. ഒന്നും കൂടി മുരിഞ്ഞോട്ടാ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനീ പറയാൻ വന്നത് എന്താണ് സാമല്ല, അതല്ല അതിന്റെ പേര്. ആ മീനിന്റെ തലയും മുള്ളും കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. തലയും മുള്ളും അതിന്റെ നല്ല ഭാഗങ്ങളെല്ലാം അവര് കൊടുത്തിട്ട് അതിന്റെ മുള്ളും ഇപ്പൊ ഞാൻ പൊരിക്കുന്ന കണ്ടില്ല. അത് ചില നല്ല കഷ്ണം എന്നാലും നടുത്ത മുള്ളാണത്. അത് കിട്ടുന്ന സ്ഥലം ഒന്ന് നമ്മളെ എന്താണ് വലുതന കിട്ടും. വലുതിന അവിടെ കിട്ടും. പിന്നെ നമ്മളെ ഗ്രേമാള് കിട്ടും. ഗ്രേമാളിൽ ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗ്രേമാള് കിട്ടും. പിന്നെ ഇത് പിന്നെ ഇവിടെ കിട്ടുക ഇന്ത്യ സൂപ്പർ മാർക്കറ്റ് ഇല്ല. പക്ഷെ ഇത് വേറൊരു സൂപ്പർ മാർക്കറ്റിൽ ഇത് മാത്രം ഉണ്ട്. അത് പിൽപ്പിനിയാളെ കടയാണ്. പിൽപ്പിനിയാൾ ഇത് സൂപ്പ് വെക്കാനെല്ലാം കൊണ്ടുവന്ന സാധനമാണ്. അവിടെ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങുന്നത്. അവിടെ എല്ലാം വില കുറവാണത്. അപ്പൊ ഒരു തല വേറെ മുള്ളു വേറെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ് ഈ മുള്ളിന്. നല്ല രസമാണ്. അപ്പൊ ആ കടന്റെ പേര് ഞാൻ ഇനി പോകുമ്പോ വീഡിയോ എടുത്തിട്ട് എനിക്ക് വിട്ടുതരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ നമ്മളെ എരുത്താണ്. അവിടെ പോയാൽ ഈ സാധനം കിട്ടും. അവിടെ തീരെ വില ഈ സാധനത്തിന്. മീനിന് വില ഉണ്ട്. ഈ മുള്ളും തലയെല്ലാം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഈ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രേമാൾ കണ്ടിട്ടുണ്ട്. ലുലുവില് ഓർമ്മയില്ല കേട്ടോ. ലുലുവില് ഞാൻ കൂടുതൽ മീൻ വാങ്ങാറില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന സ്ഥലത്തുനിന്നാ വാങ്ങല്. സഫാരിന്നും കൂടുതൽ മീൻ വാങ്ങാറില്ല. അപ്പൊ പിന്നെ അപ്പൊ ഈ മീന് വേണമെങ്കിൽ നിങ്ങൾ ഈ കുറഞ്ഞ സ്ഥലത്ത് പോയാല് ഓരോട് ചോദിച്ചാൽ മതി. സാമനിലും മുള്ളും തലി ഉണ്ടോന്ന് ചോദിച്ചാല് അവര് എടുത്തു തരും. അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയി വെച്ചിട്ടുണ്ടാവും പിന്നെ വിൽക്കാൻ. അപ്പൊ എടുത്തിട്ട് ഇതേപോലെ നല്ല പൊരിച്ചിട്ട് കഴിച്ചോളൂ. അപ്പൊ നമ്മള് മൊത്തം പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. കറക്റ്റ് വേവായിരിക്കും കേട്ടോ. വെള്ളമെല്ലാം കണ്ട നല്ല പൂ പോലത്തെ ഉപ്മാവ് ഇതണ്ട റെഡിയായി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതില് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇടാ, പിന്നെ കടുക് പൊട്ടിക്കും ഉയർന്ന് ഇടാ, തേങ്ങ ഇടാ. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഉപ്മാവ്? ആവി വറക്കുന്ന ഉപ്മാവ് കണ്ടല്ലോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ താത്ത ഉണ്ടാക്കിയ ഉപ്മാവ്. ഇത് നമ്മളെ അംഗൻവാടിയിലെ കിട്ടൂല, അതൊരു ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഉപ്മാവ്. ആർക്കും സിമ്പിളായിട്ട് നമ്മളെ സഹോദരന്മാർക്കും ഫ്രണ്ട്സാക്കും നമ്മളൊറ്റപ്പെട്ട് നിൽക്കുന്ന ചെക്കന്മാര് ആയാലും എല്ലാം ഒരിക്കൽ ഉണ്ടാക്കാം കുക്കറുണ്ട്. എന്താ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നമ്മള് ആവി വറുക്കുന്ന ഉപ്മാവ് വണ്ടിയിലെ കുക്കർ ഉപ്മാവ്. അപ്പൊ ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കി അതേപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. വെള്ളത്തിന്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞു. ഇത് മുങ്ങിക്കെടുക്കുന്ന വെള്ളം, ഓവറല്ല. അതിന്റെ കുറച്ച് ഇത്ര കനത്തില് വെള്ളം കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ 3 വിസിലടുപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ 2 വിസിലടിച്ചിട്ട് ഓഫാക്കിയതാണ്. എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്തണം. എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ താത്താന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.